ഇന്നത്തെ ഒരു ദിവസം കൂടെ വരികയാണ്. രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനസ്സിന് ശാന്തതയുള്ള കാര്യമാണ്. ഈ സമയത്താണ് ഞാൻ മെഡിറ്റേഷൻ കൊടുക്കുന്നത്. 4:30 ബാച്ചുണ്ട്, 5:30 ബാച്ചുണ്ട്, 6:30 ബാച്ചുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ 5 to ആ ഒരു ബാച്ചും ഉണ്ട്. അങ്ങനെ ഓരോ ബാച്ചും കഴിഞ്ഞ് എല്ലാം കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ ക്ലാസ് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് മെഡിറ്റേഷൻ ക്ലാസ്സാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് കോച്ചിങ്ങും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 8 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, GCCയിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ ടൈമിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മോർണിംഗ് ഫുൾ ഓൺലൈൻ ക്ലാസ്സാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മോനെ ഒന്ന് കൊണ്ടുവിടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയാക്കി ചെറുതായിട്ടൊന്ന് ഡയറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബ്രേക്കിന് ശേഷം, എറണാകുളത്തൊക്കെ പോയി വന്നതല്ലേ, വണ്ടി എടുക്കാത്ത കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ വണ്ടി. ഇതൊരു 6 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇത് 6ാമത്തെ വർഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പൈസ തരുന്നത് ഒരു ശമ്പളം മേടിക്കുമ്പം ആ ശമ്പളം കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സഹായം അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനല്ല, ഞാൻ തന്നെ പണിയെടുത്ത് എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഓരോ രൂപ എടുത്ത് വെച്ച് മേടിച്ച ഒരു വണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റും കൂടിയാണ്. എൻ്റെ ഓരോ അച്ചീവ്മെൻറ്റും ഞാൻ വളരെയേറെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും വളരെയേറെ ആസ്വദിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ സ്വന്തം അധ്വാനത്തിലായതുകൊണ്ട് അതിനോടൊരു പ്രത്യേക സ്നേഹവും മമതയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ മോനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവനെ സ്കൂളിലാക്കി നേരെ ജിമ്മിലേക്ക്. കാരണം ഇന്ന് സ്റ്റാഫ് ലീവായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ബാച്ചാണിത്. രാവിലെ വന്നു. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വൈകിട്ട് വന്ന സീനാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കാർഡിയോ സെഷനാണ് കേട്ടോ. ഞാൻ ജിമ്മ് താഴെയാണ്, ജിമ്മ് കാണിച്ചു തരാം. ഇത് കാർഡിയോ സെഷൻ മാത്രം. ആ കാണുന്ന മെഡലൊക്കെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഈവനിങ്ങത്തെ PT സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഇതെൻ്റെ PT ആണ് കേട്ടോ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. ഫാമിലി മൊത്തം ഭയങ്കര ഡെഡിക്കേഷനാണ്. അമ്മയും മക്കളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. എന്താ പറയുക, ഹെൽപ്പില്ലാതെ വോക്ക് ചെയ്യാനും ആ ഒരു മനസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആൾ വരുന്നത്. ഇതുപോലെ 1-2 ക്ലയൻസ് നമുക്കുണ്ട് കേട്ടോ. അത് ഞാൻ പോകെ കാണിക്കാം. ഇത് എൻ്റെ കെട്ടിയോനാണ്. തല താഴ്ത്തിയിരിക്കുകയാണ്, സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. എല്ലാം കൂടെ വോളിൽ വെച്ച് കഴിഞ്ഞാൽ വോളിലെ പെയിൻറ്റ് കാണില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ട് എടുത്ത് മാറ്റിയതാണ്. ഇതാണ് 2nd ഫ്ലോറിലെ ജിമ്മ്. വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ഇവിടെയാണ്. നമുക്ക് ഡ്രസ്സിങ് റൂമുണ്ട്, വാഷ്റൂം, കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു പ്രീമിയം ജിം. ഇതാണ് നമ്മുടെ സ്വർഗം കേട്ടോ. ഇത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, പൗർണമിയുടെ ഒരു ഫുൾ മൂണാണ് കാണുന്നത്. ഈ ഒരു പൗർണമി സമയത്തൊക്കെ ഈ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ്. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത്? ക്ലാസ് എടുക്കാനും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഞാൻ കിടന്നുറങ്ങി. ഓക്കെ, ബൈ.